ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ നീതിയോടെ ജീവിക്കുന്നവർക്ക് പലപ്പോഴും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. കാരണം ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന, ലോകം അനീതിയെ ഇഷ്ടപ്പെടുമ്പോൾ നീതിയോടെ ജീവിക്കുന്നവരെ ലോകം എതിർക്കും. അതുകൊണ്ട് ഈശോ സുവിശേഷ ഭാഗ്യങ്ങളിൽ 8ാമത്തെ ഭാഗ്യമായിട്ട് പറയുന്നത് നീതിക്ക് വേണ്ടി പീഡനമേൽക്കേണ്ടി വരുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന്. അപ്പോൾ അങ്ങനെ നീതിക്ക് വേണ്ടി പീഡനമേറ്റ് ജീവിക്കുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷകൾ മങ്ങിപ്പോകാം. ചതഞ്ഞ ഞാങ്ങണയുടെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചേരാം. അതുപോലെ തന്നെ പുകഞ്ഞ തിരി പോലെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തമ്പുരാൻ കൂടെ ഉണ്ടാകും. ചതഞ്ഞ ഞാങ്ങണ ഒടിഞ്ഞു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ പുകയുന്ന തിരി ഒടിയിൽ അവിടുന്ന് കിടത്തത്തില്ല. ഞാങ്ങണയ്ക്ക് അവിടുന്ന് ബലം കൊടുക്കുകയും തിരി ആളെ കത്തിക്കാൻ അവിടുന്ന് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ കൂടെ ഉണ്ടാകും. നീതി വിജയിക്കുന്നത് വരെ നീതി വിജയിക്കാതെ പോകില്ല. നീതിമാനായ ഈശോയെ കുരിശിൽ തറച്ച് അവർ തകർക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നീതിമാനായ ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഒരിക്കലും ഒരു ശക്തിക്കും നീതിയെ തകർക്കാനാവില്ല. നീതിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.